ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് 2 ലക്ഷത്തിലേറെ രൂപ കവർന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. ബാലരാമപുരം ശാലിഗോത്ര തെരുവിൽ കണ്ണൻ ഹാൻഡ്ലൂമിൽ നിന്നും 1.5 ലക്ഷം രൂപയും എരുത്താവൂരിലെ മണപ്പാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 60,000 രൂപയുമാണ് മോഷ്ടിച്ചത്. വെട്ടുകത്തിയുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. ഇന്നലെ രാത്രി 12:30 മണി വരെ നമ്മൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പോയത്. ഇന്ന് രാവിലെ 9:30 മണിയാകുമ്പോൾ സ്റ്റാഫാണ് ഒന്ന് കട തുറക്കുന്നത്. കട തുറന്ന് വെളിയിലെ ഡിസ്പ്ലേ കേട്ടിട്ട് ക്യാഷ് തുറക്കാനായിട്ട് നോക്കിയപ്പോഴാണ് പൊട്ടിയിരിക്കുന്നത് അറിയുന്നത്. 9:35 ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉടനെ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ആൾ വന്നു. അപ്പോഴാണ് പിന്നെ നമ്മളിവിടെ കടയിൽ മറ്റേ CCTVയിൽ കംപ്ലീറ്റ് നോക്കിയപ്പോൾ വന്നത് ഇങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റി. ക്യാഷ് എന്ന് പറയുന്നത് ഇപ്പം കണ്ണ ഹാൻഡ്ലൂംസിൽ നമ്മൾ സാധാരണ 5,000 രൂപ ക്യാഷ് ബാലൻസ് വയ്ക്കും, അതാണ് പോയത്. അപ്പുറത്ത് വന്നിട്ട് ശിവാമി ഹാൻഡ്ലൂമിൽ നമ്മൾ ഇന്നലത്തെ കളക്ഷൻ വെച്ചിരുന്നത് 1.40 പോയി. പിന്നെ ഇനി ഇപ്പുറത്ത് 2 ഡ്രായർ കണ്ണ ഹാൻഡ്ലൂംസിൻ്റെ 2 ഡ്രായർ നമ്മളിത് അതും പൊട്ടിച്ചിട്ടുണ്ട്, അത് തുറന്നിട്ടില്ല. ഇനി പോലീസ് വന്നിട്ട് നമ്മൾ തുറന്ന ഇങ്ങോട്ട് വല്ല വിഷയം വരുമെന്ന് തുറന്ന് അതിനി അത് തുറന്ന് നോക്കുമ്പോഴേ അറിയാവും. കണ്ണൻ ഹാൻഡ്ലൂമിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത്. എരുത്താവൂരിലെ മണപ്പാട്ടിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഗ്രില്ല് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. ഇരു കടകളിലെയും മോഷണ രീതി ഒരേ തരത്തിലാണ്. ബാലരാമപുരത്തിന്റെ ഹൃദയഭാഗത്തിലാണ് ഇന്നലെ 2 മോഷണങ്ങൾ നടന്നിരിക്കുന്നത്. ഒന്ന്, ബാലരാമപുരം ജംഗ്ഷനിൽ 24 മണിക്കൂറും ആളുകളുള്ളതും എല്ലാ കടകളും വീടുകളും ഇടപഴകിയിരിക്കുന്ന ഒരു പ്രദേശത്താണ്. ഈ പ്രദേശത്ത് ഇങ്ങനെ മോഷണം നടന്നു കഴിഞ്ഞാൽ ഓണക്കാലത്ത് എത്രമാത്രം മോഷണങ്ങൾ ബാലരാമപുരത്തുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വളരെ വേദനകളുണ്ട്. കാരണം പോലീസ് വളരെ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ പോലീസിനോട് ഇതിന് പറയാനുള്ളത്. പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കും. അടിയന്തരമായി പ്രതികളെ കണ്ടെത്താനുള്ള ആർജവമുള്ള പോലീസാണ് ബാലരാമപുരത്തുള്ളത്. നൈറ്റ് സമയങ്ങളിൽ ബാലരാമപുരത്ത് ഒരുപക്ഷെ പോലീസിൻ്റെ സാന്നിധ്യം കുറവായി വരുന്നു. രാത്രി ബീറ്റ് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇപ്പം കാട്ടാക്കട റോഡ്, ഈ ചാലിഗോത്ര തെരുവ്, വിഴിഞ്ഞ റോഡ്, കൊടിനട, ഈ പ്രദേശത്ത് നിർബന്ധമായി ഓരോ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോലീസ് അത് ബീറ്റ് ബുക്ക് ഇട്ട് അത് അവർ വളരെ ജാഗ്രതയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 1.5 ലക്ഷം രൂപ എരുത്താവൂർ ഒരു മാർജിൻ ഫ്രീ കുത്തി തുറന്നിരിക്കുകയാണ്. ഇതിനെല്ലാം ശക്തമായി നമുക്ക് പ്രതിഷേധമുണ്ട്. പോലീസ് കുറേ കൂടെ അന്വേഷണം ഊർജ്ജപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകണം. ഇനി ബാലരാമപുരത്ത് ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കണം. മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു.